VC നിയമനത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും സംസ്ഥാന സർക്കാരും സമവായത്തിലെത്തി. ഡിജിറ്റൽ KTU സർവകലാശാലകളിൽ VC നിയമന ഉത്തരവ് ഗവർണർ ഇറക്കി. മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമവായം. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, ഒടുവിൽ സർക്കാർ വഴങ്ങി സമവായത്തിലെത്തിയിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ സർക്കാർ വഴങ്ങിയെന്ന് പറയാൻ കഴിയില്ല. ഗവർണറും സർക്കാരും തമ്മിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം സർക്കാരിനോട് പ്രയോറിറ്റി നിശ്ചയിച്ച് ലിസ്റ്റ് നൽകാൻ ആയിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ അത് ഗവർണറാണ് അംഗീകരിക്കായിരുന്നത്. അവസാനം ഒരു പ്രിയ ചന്ദ്രനെ അവരെ ഡിജിറ്റൽ സർവകലാശാല VC ആയും ഒപ്പം തന്നെ സിസ തോമസിന്റെ ടെക്നിക്കൽ സർവകലാശാല VC ആയും നിയമിക്കും എന്ന് സുപ്രീം കോടതിയെ തന്നെ നേരിട്ട് ഗവർണർ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതിയുടെ നടപടികളൊക്കെ നടന്നത്. സുപ്രീം കോടതി നേരിട്ട് നിയമിക്കും എന്നറിയിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് ഗവർണറെ കണ്ടത്. ആ ഗവർണറെ കണ്ടതിലാണ് സമവായം ഉണ്ടായത്. സിസ തോമസിനെ ഒരു കാരണവശാലും നിയമിക്കരുത് എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആവശ്യം. പക്ഷേ അത് ഗവർണർ അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു സമവായം എന്നുള്ള നിലയിൽ സജി ഗോപിനാഥിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഗവർണറുടെ നിലപാട് മാറ്റുകയും സിസ തോമസിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന സർക്കാർ നിലപാട് മാറ്റുകയും ചെയ്തുകൊണ്ട് ഡിജിറ്റൽ സർവകലാശാല VC ആയി സജി ഗോപിനാഥിനെയും ഒപ്പം തന്നെ സാങ്കേതിക സർവകലാശാല VC ആയി സിസ തോമസിനെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിലവിൽ ഗവർണർ ഇറക്കിയിരിക്കുന്നത്.